ഇടുക്കി കഞ്ഞിക്കുടിയിൽ റവന്യൂ ഭൂമിയിൽ വനം വകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നതായി പരാതി. മലയണ്ണാമല ഇടത്തോട് മേഖലകളിലാണ് വനം വകുപ്പിന്റെ ഇടപെടൽ. പൊതുജനങ്ങൾക്കെതിരെ വനം വകുപ്പ് അനാവശ്യമായി കേസെടുക്കുന്നുണ്ട് എന്നാണ് പരാതി. അതേസമയം തന്നെ വനഭൂമിയുടെ അതിരുകൾ വ്യക്തമാക്കണമെന്ന അപേക്ഷ നൽകിയിട്ടും വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ആദ്യം പ്രതികരണത്തിലേക്ക്. നമ്മുടെ വാഴത്തോപ്പ് റേഞ്ച് ഓഫീസർ ഹരിലാൽ എന്ന് പറയുന്ന ഒരാൾ നമ്മളെ നേരിട്ട് ഭീഷണിപ്പെടുത്തുകയും നിങ്ങളെ പിടിച്ച് അകത്തിട്ടിരിക്കും എന്നാണ് പുള്ളിയുടെ ഞങ്ങൾക്ക് നേരെയുള്ള ഭീഷണി. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഫോറസ്റ്റുകാർ ചെയ്തിരിക്കുന്ന അനീതികളെ ഞങ്ങളുടെ ഒരു സാഫ് എന്ന് പറയുന്ന സംഘടനയുടെ പേരിൽ ചോദ്യം ചെയ്തതിലുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന തെരഞ്ഞു പിടിച്ചുള്ള ആൾക്കാരെ കേസിൽപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതും നഗരംപാറ റിസർവിൻ്റെ ഉള്ളിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഈ നഗരംപാറ റിസർവിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും ഇവർക്ക് ആരോടൊക്കെ ശത്രുത തോന്നുന്നോ അവർക്കെതിരെ വന്ന് ഇവർ കേസെടുത്തിട്ട് പോകും. ഡിവിഷന്റെ വെളിയിൽ കയറി കേസ് ഉണ്ടാക്കിയിട്ട് അവൻ വലിയ വർത്തമാനം പറയുന്നു. പിടിക്കണോ എന്നാ ഞാൻ അവിടെ നിൽക്കല്ലേ. വിവരങ്ങളുമായി സുബിൻ തോമസ് ഉണ്ട്. സുബിൻ, വളരെ ഗുരുതരമായ ആരോപണമാണ് വനം വകുപ്പിനെതിരെ ഉയരുന്നത്. റവന്യൂ ഭൂമിയിലാണ് വനം വകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നത്. എന്താണ് നിജസ്ഥിതി? എന്തൊക്കെയാണ് പരാതികൾ? വനം വകുപ്പ് പറയുന്നത് ഈ നഗരംപാറ ഉൾപ്പെടുന്ന പ്രദേശം, അതായത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മലയണ്ണാമല ഇടത്തോട് ഉൾപ്പെടെയുള്ള മേഖലകൾ നഗരംപാറ റിസർവിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് വനം വകുപ്പിന്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു വിജ്ഞാപനമാണ്. അതുപ്രകാരം നഗരംപാറ റിസർവിലാണ് ഈ സ്ഥലങ്ങളെല്ലാം ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് വനം വകുപ്പിന്റെ വാദം. എന്നാൽ നാട്ടുകാർ ഇത് അംഗീകരിക്കുന്നില്ല. കാരണം ഇത് റവന്യൂ ഭൂമിയാണ് എന്നുള്ള ഒരു നിലപാടിൽ നാട്ടുകാരും ഉറച്ചു നിൽക്കുകയാണ്. അവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണ്, കൃഷി ചെയ്യുന്ന ഭൂമിയാണ്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് പല സ്ഥലങ്ങളിൽ നിന്നായി കുടിയേറിയ ആളുകൾ താമസിച്ചു വരുന്ന സ്ഥലമാണ്. അവിടെയാണ് നിലവിൽ ഇപ്പോൾ വനം വകുപ്പ് അനാവശ്യമായ ഇടപെടൽ നടത്തുകയും ഒരു സമാന്തര സർക്കാരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നുള്ളൊരു ആരോപണമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ ഈ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുമ്പോഴോ ചെറുമരങ്ങൾ പിഴുതു മാറ്റുമ്പോഴോ എല്ലാം വനം വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാവുകയും ഉദ്യോഗസ്ഥർ ഈ നാട്ടുകാർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ചോദ്യം ചെയ്യുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് വിവിധ കേസുകളിൽ കൊടുക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് നാട്ടുകാർ ഒന്നാകെ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ അവർ നൽകിയെങ്കിലും യാതൊരു നടപടി ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു. പ്രധാനമായും ഈ നഗരംപാറ റേഞ്ചുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഈ വനഭൂമി, അതായത് നഗരംപാറ റിസർവിന്റെ വനഭൂമി ഉണ്ടെങ്കിൽ അതിന്റെ അതിരുകൾ ഏതൊക്കെ ഭാഗത്തുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ വിവരം വനം വകുപ്പിന്റെ കയ്യിലുണ്ടാവും. അത്തരത്തിൽ ആ ഒരു വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് നിരവധി തവണ വിവരാവകാശ രേഖ പ്രകാരം അപേക്ഷ നൽകിയെങ്കിലും ഇതിന്റെ ഈ റിസർവ് ഫോറസ്റ്റിന്റെ അതിരുകൾ എവിടെയാണ് ഈ റിസർവ് ഫോറസ്റ്റ് തീരുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ വനം വകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വനം വകുപ്പ് അതിന് തയ്യാറാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് റവന്യൂ ഭൂമി വനം വകുപ്പിന്റെ ആക്കാനുള്ള ഒരു ഗൂഢശ്രമം, അതോടൊപ്പം തന്നെ ഈ കുടിയേറ്റക്കാരായിട്ടുള്ള കർഷകരെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് കുടിയിറക്കാനുള്ള ഒരു ശ്രമം ഈ മേഖലകളിൽ നടക്കുന്നു എന്നുള്ള പരാതിയാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടവുമായി മുമ്പോട്ട് പോകാനാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ തീരുമാനിച്ചിട്ടുള്ളത്. വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും അടിയന്തരമായ ഇടപെടൽ ഉണ്ടാവുകയും ഒരു സംയുക്ത പരിശോധന, ഇത് റവന്യൂ ഭൂമിയാണോ അല്ലെങ്കിൽ ഈ റിസർവ് ഫോറസ്റ്റ് ആണോ നടക്കുന്ന കാര്യത്തിൽ സംയുക്ത പരിശോധന നടത്തിയ ഒരു വ്യക്തത ഉണ്ടാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നത്. ശരി സുബിൻ, എന്തായാലും വനം വകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നതിലാണ് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. സുബിൻ തോമസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.